കൂടെയുണ്ടായിരുന്നവർ ഒന്നും ഇല്ലാതായപ്പോൾ എവിടെ പോയി? കയ്യിൽ ഒരുപാട് പണമുണ്ടായിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് ചുറ്റും ആളുകളായിരുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒപ്പം കൂടാൻ ബന്ധുക്കളും കൂട്ടുകാരും വീട്ടുകാരുമെല്ലാം ഉണ്ടായിരുന്നു. ഫോൺ എപ്പോഴും റിങ് ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. നമ്മളാണ് അവരുടെ എല്ലാം എന്ന രീതിയിലായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റം. പക്ഷേ ജീവിതം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. ചില അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതോടെ കയ്യിലെ കാശെല്ലാം ഓരോന്നായി തീർന്നു തുടങ്ങി. വണ്ടിയുടെ അടവ് മുടങ്ങിയപ്പോൾ ഫിനാൻസുകാർ വന്ന് കാറ് തിരിച്ചു കൊണ്ടുപോയി. ബാങ്കിലെ കടങ്ങളും ബാധ്യതകളും മാത്രമായി ബാക്കി. അതുവരെ കൂടെയുണ്ടായിരുന്നവരുടെ യഥാർത്ഥ മുഖം ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത് അപ്പോഴാണ്. കയ്യിലെ പണവും വണ്ടിയുമെല്ലാം പോയതോടെ അതുവരെ ദിവസവും വിളിച്ചുകൊണ്ടിരുന്ന ബന്ധുമിത്രാദികളും കൂട്ടുകാരുമെല്ലാം പതിയെ എന്നിൽ നിന്നകന്നു മാറി. എന്നെ വിളിക്കുന്നത് പോയിട്ട് ആ വഴിക്ക് വരാൻ പോലും അവർ മടിച്ചു. എല്ലാം സഹിക്കാമായിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മറ്റൊന്നാണ്. പണ്ട് വിളിക്കുമ്പോഴൊക്കെ എൻ്റെ മക്കളുടെ വിശേഷങ്ങൾ ചോദിക്കുകയും അവരെ കാണാൻ വരികയും ചെയ്തിരുന്നവരാണ് എല്ലാവരും. എന്നാൽ ഇന്ന് എൻ്റെ നിരപരാധികളായ മക്കളെപ്പോലും ഒന്ന് കാണാനോ അവരുടെ വിശേഷങ്ങളൊന്ന് തിരക്കാനോ ആരും വരാതായി. അവർ എന്ത് തെറ്റാണ് ചെയ്തത്? മനുഷ്യരുടെ സ്നേഹവും ബന്ധങ്ങളുമെല്ലാം വെറും പണത്തിന്മേൽ മാത്രമായിരുന്നോ? ഇന്ന് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് എന്നെ ഓർക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാണെന്ന് പോലും അവർക്കറിയില്ല. എല്ലാം നഷ്ടപ്പെട്ട ഈ അവസ്ഥയിലും ആരും കൂടെയില്ലെന്ന ഈ ഒറ്റപ്പെടലിലും ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. ഈ ലോകത്ത് പണമുണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് നമ്മളെ ആവശ്യമുള്ളൂ. എങ്കിലും ഈ തകർച്ചയിൽ നിന്നും ഞാൻ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. ആർക്കും വേണ്ടിയല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം.